യേശുക്രിസ്തുനാമത്തിൽ സ്നേഹവന്ദനം പ്രിയരെ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം നമ്മുടെ ബൈബിൾ ക്ലാസ് തന്നെയാണ്. കുറച്ച് ദിവസമായി ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് ജോലി തിരക്കുള്ളത് കൊണ്ട് മാത്രമാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്ക് സദൃശ്യവാക്യം 2-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിന് 9 തരം ക്ലാസ് കഴിഞ്ഞു. നമുക്ക് സദൃശ്യവാക്യം 2-ാം അധ്യായം 10ഉം 11ഉം വാക്യങ്ങൾ വായിച്ച് കേൾപ്പിച്ച് അതിനകത്തുള്ള ജ്ഞാനവും മനസ്സ്, ആത്മാവ്, ശരീരം ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ വ്യക്തമായി നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റമാണ്. നമ്മുടെ ജീവിതത്തിൽ സാധാരണ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവങ്ങൾ 70, 80 അല്ലെങ്കിൽ 100 വയസ്സ് വരെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ നേടുന്നത്? നമ്മൾ സമ്പത്ത് നേടുന്നു, പല പ്രശ്നങ്ങൾ നേടുന്നു, പല കുടുംബ പ്രശ്നങ്ങൾ നടക്കുന്നു. ഈ ഒരു ആയുസ്സിൽ പല പല പ്രശ്നങ്ങളും പ്രോബ്ലംസും അങ്ങനെ പല പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കുന്നുണ്ടല്ലേ. പക്ഷെ നമുക്ക് നേടിയെടുക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ദൈവം നമ്മൾ പറയുന്നത് ജ്ഞാനം, വിവേകം, പരിജ്ഞാനം, വകതിരിവ്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കണം. അത് നമുക്ക് എവിടെയാണ് കിട്ടുന്നത്? ഇപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. നമുക്ക് കിട്ടുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദൈവത്തിൻ്റെ വചനം ബൈബിളിലാണ്. നമുക്ക് ദൈവത്തിൻ്റെ വചനങ്ങളിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ വചനം വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനകത്ത് എങ്ങനെയാണ് ഈ വചനം ജ്ഞാനവും വിവേകവും പരിജ്ഞാനവും ഒക്കെ നമുക്ക് നൽകി തരുന്നത്? അപ്പോൾ ആ വാക്യത്തിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ സദൃശ്യവാക്യം ശലോമോൻ എഴുതിയ അധ്യായത്തിനകത്ത് സദൃശ്യവാക്യം 2-ാം അധ്യായത്തിനകത്ത് അതിന് 10ഉം 11ഉം പറയുന്നത് ജ്ഞാനവും വിവേകവും പ്രാപിക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ആ വചനം വായിച്ച് കേൾപ്പിച്ച ശേഷം നമുക്ക് അതിൻ്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലാക്കി നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്, ആ വചനങ്ങൾ നമുക്ക് സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. സദൃശ്യവാക്യം 2-ന്റെ 10ഉം 11ഉം വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ജ്ഞാനം നിന്റെ ഹൃദയത്തിൽ പ്രവേശിക്കുക, പരിജ്ഞാനം നിന്റെ മനസ്സിന് ഇമ്പമായിരിക്കുക, വകതിരിവ് നിന്നെ കാക്കും, വിവേകം നിന്നെ സൂക്ഷിക്കും. അപ്പോൾ ഈ 2 വാക്യങ്ങൾ കണ്ടില്ലേ? പ്രധാനപ്പെട്ടമായി ജ്ഞാനം നിന്റെ ഹൃദയത്തിൽ പ്രവേശിക്കുക, പരിജ്ഞാനം നിന്റെ മനസ്സിന് ഇമ്പമായിരിക്കും. പ്രിയരെ, ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കണം. ജ്ഞാനം എങ്ങനെയാണ്? എന്താണ് ജ്ഞാനം? അടുത്ത് പറയുന്നുണ്ട് പരിജ്ഞാനം, വിവേകം, വകതിരിവ്. ഇവ നമ്മൾ വ്യക്തമായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അകത്തും നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും വളരെ ലക്ഷ്യബോധത്തോടെ ജീവിത ലക്ഷ്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ആ വാക്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഈ സദൃശ്യവാക്യങ്ങൾ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സ്, ശരീരം, ആത്മാവ് ഇവ എങ്ങനെ വേർതിരിച്ച് നമുക്ക് അറിയാൻ പറ്റും, ആ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്ഞാനവും പരിജ്ഞാനവും വകതിരിവും തിരിച്ചറിയാൻ പഠിക്കണം. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? എന്താണ് ജ്ഞാനം? അപ്പോൾ കർത്താവ് പറയുന്നു ജ്ഞാനം നിൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കുക. അപ്പോൾ ജ്ഞാനം എവിടെ പ്രവേശിക്കേണ്ടത്? ദൈവത്തിൻ്റെ ജ്ഞാനം നമുക്ക് എവിടെ പ്രവേശിക്കണം? നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കുക. ഹൃദയത്തിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പ്രവേശിക്കുക. അപ്പം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഇഞ്ചൻ എന്ന് പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ്. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? കർത്താവ് പറയുന്നു ജ്ഞാനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കണം. ഇവിടെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമുക്ക് പ്രവർത്തിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? ജ്ഞാനം പ്രാപിക്കണം. അപ്പം ജ്ഞാനം എങ്ങനെയാണ് നമ്മളുള്ളിൽ പ്രവേശിക്കുന്നത്? എന്താണ് ജ്ഞാനം എന്ന് ഉദ്ദേശിക്കുന്നത്? ജ്ഞാനം എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പം ജ്ഞാനം എന്ന് പറയുന്നത് പ്രിയരെ, നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ അകത്ത് 3 അവയവങ്ങളിലുള്ള കാര്യങ്ങളിൽ മനസ്സെന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഇന്നർ അകത്തെ മനുഷ്യനും, അതുപോലെ തന്നെ ബോധ മനസ്സ് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത്, നോക്കുന്നത്, കേൾക്കുന്നത്, ഇതെല്ലാം ബോധ മനസ്സിൽ നിന്ന് സംഭവിക്കുന്നത്. അപ്പോൾ ബോധ മനസ്സെന്ന് പറഞ്ഞാൽ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. ബോധം കണ്ണുകൊണ്ട് കാണുന്ന, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്ന ഭാഗങ്ങളെയാണ് ബോധ മനസ്സാണ്. ആ ഈ ബോധ മനസ്സ് എന്ത് ചെയ്യുന്നു? മനസ്സ്. അപ്പോൾ ഈ മനസ്സിൻ്റെ അകത്ത് കുറേ, ഞാൻ പറഞ്ഞില്ലേ, മനസ്സെന്ന് പറഞ്ഞ നിയമത്തിൻ്റെ അകത്ത് എന്ത് കിടക്കുന്നു? പാവ സ്വഭാവം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. പാവത്തിൻ്റെ സ്വഭാവങ്ങൾ നമ്മുടെ അകത്തിരിക്കുന്നത് കൊണ്ട് പാവം ചെയ്യുവാനായിരിക്കും അവന് കൂടുതൽ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഈ ജ്ഞാനം എന്ന് പറയുന്നത്, വിസ്ഡം എന്ന് പറയുന്നത് ഈ മനസ്സിൻ്റെ പ്രവർത്തികളുണ്ടല്ലോ, മനസ്സിൻ്റെ പ്രവർത്തികളെ നമ്മളെന്ത് ചെയ്യും? മനസ്സിൻ്റെ പ്രവർത്തികളാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ കർത്താവ് പറയുന്നത് നമുക്ക് നിത്യമായി മരണം സംഭവിക്കും. നിത്യമായി ജഡത്തിൻ്റെ പ്രവർത്തികളോ നമ്മൾ നിത്യമരണത്തിലേക്ക് നയിക്കും. ജീവനിലേക്കുള്ള യാത്രയാണെങ്കിൽ നമുക്ക് നിത്യജീവൻ ലഭിക്കുമെന്ന് പറയുന്നത്. അപ്പം ജീവനിരിക്കുന്ന സ്ഥലമാണ് നമ്മുടെ സബ് കോൺഷ്യസ്. അപ്പം നമ്മുടെ ജീവൻ നഷ്ടപ്പെടുത്തി കളയുന്ന സ്ഥലമാണ് ഈ മൈൻഡ്. അപ്പോൾ മൈൻഡിൻ്റെ ചിന്തകളെ നമുക്ക് വ്യക്തമായി തിരിച്ചറിവ് പ്രാപിക്കണം. അതാണ് ഇവിടെ വചനത്തിൽ പറയുന്നത് ജ്ഞാനം നിൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കുക. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഈ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ, തെറ്റുകളെ തിരിച്ചറിയുവാനുള്ള കഴിയും. എന്ത് നിങ്ങൾ ചെയ്യരുത്,
നമ്മൾ അറിയില്ല ഇന്ന കാര്യം നീ തെറ്റ് ചെയ്ത് തെറ്റാണ്, ഈ തെറ്റ് ചെയ്താൽ നിനക്ക് അബദ്ധം പറ്റും, അപ്പോൾ ഈ തെറ്റ് ചെയ്ത് നമ്മൾ മറ്റുള്ളവർ പറഞ്ഞു തരും. അപ്പം നമ്മൾ വീണ്ടും ആ തെറ്റ് ചെയ്യാൻ നമ്മൾ പോകത്തില്ല. ചിലവർ ആ തെറ്റ് ചെയ്തിട്ട് അതിൽ നിന്നും പാഠം പഠിക്കും, അപ്പം നമ്മൾ ആ തെറ്റ് പിന്നെ ചെയ്യത്തില്ല. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ മനസ്സിൻ്റെ ഈ നിയമങ്ങളുണ്ട്. തെറ്റുകൾ ചെയ്യാൻ പാടില്ല, കോപിക്കരുത്, വഴക്കുണ്ടാക്കരുത്, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്, അസൂയപ്പെടരുത് എന്നൊക്കെ പറയുന്ന വാക്കുകൾ നമ്മുടെ അകത്തുണ്ട്. ഇതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും നിങ്ങൾ ഇത് പ്രവർത്തിക്കാൻ പാടില്ല. ഇതിനെക്കുറിച്ച് അറിയുന്ന ഒരു വാക്യമാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിൻ്റെ നിയമങ്ങൾ എന്ത് ചെയ്യരുത് എന്ന് പറയുന്നതിനെ കുറിച്ചാണ് ജ്ഞാനം എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കണം. അപ്പോൾ ഈ നിനക്ക് അറിവുകൾ ഹൃദയത്തിൽ പ്രവേശിക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഓപ്പൺ ആയാൽ മാത്രമാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഈ സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴും ഓപ്പൺ ആകുന്നത്, കർത്താവ് പറയുന്നു, നിങ്ങളകത്ത് ജീസസ് വരും. ജീസസ് അകത്തിരിപ്പുണ്ട്. പരിശുദ്ധാത്മാവിനെ ലഭിക്കുമ്പോഴാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഓപ്പൺ ആകുന്നത്. പരിശുദ്ധാത്മാവ് എപ്പോൾ ഒരു വ്യക്തിയുടെ ഉള്ളിൽ വസിക്കുന്നുവോ അന്ന് മുതൽ അവൻ്റെ കണ്ണ് തുറന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു, ഈ ജ്ഞാനം പ്രാപിക്കുന്നത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പരിജ്ഞാനം നമ്മുടെ മനസ്സിന് എന്തായിരിക്കുന്നു, മധുരമായിരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായിരിക്കും പരിജ്ഞാനം? പരിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡിലെ പ്രവർത്തനങ്ങളാണ്. പരിജ്ഞാനം ദൈവത്തിൻ്റെ ചിന്തകൾ, എന്ത് ചെയ്യണം അത് നമുക്ക് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത്. സ്നേഹം, സന്തോഷമൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നില്ല. അപ്പം നമുക്ക് പരിജ്ഞാനം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ മനസ്സിന് ഇമ്പമായിരിക്കും. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ മനസ്സിന് ഇമ്പം വരുന്നത്? നമ്മുടെ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് നമുക്ക് ഇമ്പം വേണം, അല്ലെങ്കിൽ നമ്മൾ കാണണം. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ട് വിശ്വാസനൊക്കെ വന്ന ശേഷം ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്തുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾക്ക് രോഗസൗഖ്യം ലഭിച്ച് കാണും, ദൈവത്തിൻ്റെ സന്തോഷം അനുഭവിക്കുന്നുണ്ടാവും, സമാധാനം ഉണ്ടാവും, ചിലപ്പോൾ സാമ്പത്തിക സ്വാതന്ത്ര്യം ലഭിച്ച് കാണും. അങ്ങനെ നിങ്ങൾക്ക് ദൈവിക ദർശനങ്ങൾ ലഭിച്ച് കാണും, ദൈവ ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ദൈവത്തിൻ്റെ പ്രവചനങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ പല പല ദൈവിക അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടാവും. ഇതെല്ലാം ദൈവത്തിൻ്റെ പരിജ്ഞാനമായിട്ട് പെടും പ്രിയരെ. അപ്പോൾ ദൈവത്തിൻ്റെ ചിന്തകൾ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് എത്രത്തോളം ലഭിക്കുന്നുവോ അത്രത്തോളം പരിജ്ഞാനം നമുക്ക് ലഭിക്കുകയാണ്. എന്നാൽ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം, ദൈവത്തിൻ്റെ ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് വസിക്കുന്നു. ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ വസിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങളുടെ അകത്ത് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പമായിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കുക, നിങ്ങളുടെ കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ നിങ്ങൾക്ക് ദൈവികമായ ദർശനങ്ങളും സാന്നിധ്യമൊക്കെ അനുഭവിച്ചപ്പോൾ ഉണ്ടായൊരു സന്തോഷം, നിങ്ങൾ അത് അനുഭവിച്ചവരാണ്. നിങ്ങൾ അനുഭവിച്ചത് കൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോസ് എല്ലാം കാണുന്നത്. അപ്പോൾ ഇത് വീണ്ടും വീണ്ടും അനുഭവിക്കണം എന്നുള്ള ആഗ്രഹങ്ങളില്ലേ? അപ്പോൾ ഇത് നിങ്ങൾക്ക് ലഭിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ അത് പരിജ്ഞാനമാണ്. ഇത് പരിജ്ഞാനം നിങ്ങളുടെ മനസ്സിന് വളരെ ഇമ്പമായിരിക്കും, വളരെ മധുരമായിരിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. അടുത്ത പറയാം, വകതിരിവ് നിന്നെ കാക്കും, വിവേകം നിന്നെ സൂക്ഷിക്കും. നിങ്ങൾക്ക് വകതിരിവും വിവേകവും ലഭിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്താ പറയുമ്പോൾ പ്രിയരെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ എന്ത് നിങ്ങൾ ചെയ്യരുത് എന്ന് വ്യക്തമായി നിങ്ങൾക്ക് തിരിച്ചറിവ് പ്രാപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ കാര്യം ചെയ്യില്ല. നിങ്ങൾ അസൂയപ്പെടരുത്, നിങ്ങൾ അവരെന്ത് ചെയ്യണം, അനുഗ്രഹിക്കുന്നവരായി തീരണം എന്നൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്ന കാര്യമാണ് എന്ത് പറയുന്നത്, വകതിരിവും വിവേകവും. ആദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയണം. അത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം, പരിജ്ഞാനം എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന പരിജ്ഞാനം പഠിപ്പിക്കുന്നത്, നിങ്ങൾ ആത്മാവിൻ്റെ ഫലങ്ങൾ പ്രവർത്തിക്കുന്നവരായി തീരണം എന്നാണ് പറയുന്നത്. നിങ്ങൾ മനസ്സിൻ്റെ ദുഷ്പ്രവർത്തികളിൽ നിങ്ങൾ ജീവിച്ചു പോകരുത്, അതാണ് ജ്ഞാനം പറയുന്നത്. അപ്പോൾ വകതിരിവ് പരിജ്ഞാനം പറയുന്നത് നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം. ഇത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് പഠിച്ച് കഴിഞ്ഞൊരു വ്യക്തിക്ക് അടുത്ത പ്രവർത്തന മേഖലയാണ് വിവേകവും വകതിരിവും. നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ളതൊക്കെ തിരിച്ചറിവ് നിങ്ങൾക്ക് സ്വയമായിട്ട് ലഭിക്കും. ആരും നിങ്ങളെ ഉപദേശിക്കേണ്ട ആവശ്യമില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിച്ച് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ അത് വളർച്ചകൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ വളർച്ച വരണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഭൂമിയിൽ ഒരു 90% ആളുകളും ഈ മൈൻഡ് എന്ന് പറയുന്ന മേഖലയിൽ ജീവിക്കുന്നത്, ഈ മനസ്സെന്ന് പറയുന്ന മേഖലയിലാണ് ജീവിക്കുന്നത്. ഈ മനസ്സ് ജീവിക്കുന്ന അനേകർക്കുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫിക്സഡ് മൈൻഡ് സെറ്റ് ആയിരിക്കും. അവർക്കൊരു വളർച്ച ഉണ്ടാവില്ല, അവരെപ്പോഴും ഒരുപോലെ തന്നെ ഇരിക്കും. നിങ്ങൾ ഒരു 10 വർഷം കഴിഞ്ഞ് നോക്കിയാലും ആ വ്യക്തിക്ക് ഒരു മാറ്റവും അവരുടെ ജീവിതത്തിൻ്റെ സ്വഭാവത്തിനൊരു മാറ്റമോ ഒന്നും ഉണ്ടാകത്തില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ഇങ്ങനെയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ളവരാണ്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ
ഗ്രോത്ത് മൈൻഡ് സെറ്റ്, വളർച്ചയുടെ മൈൻഡ് സെറ്റ് ഉള്ളവരായിരിക്കണം. വളർച്ചയുടെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അകത്ത് എപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഈ സബ് കോൺഷ്യസ് നിങ്ങൾ ഓപ്പൺ ആയി കഴിഞ്ഞോ, സ്പിരിറ്റ് നിങ്ങളുടെ അകത്ത് വന്നു കഴിഞ്ഞോ, നിങ്ങൾക്ക് അപ്പം മുതൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവരാണ്. അപ്പം നിങ്ങൾ ഈ വീഡിയോസ് കാണുന്നവർ, മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരെല്ലാം, നിങ്ങൾ ഈ കാണുന്ന ആളുകൾ എല്ലാവർക്കും ഉള്ള ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള വ്യക്തികളാണ്, വളർച്ചയെ വളരാൻ താല്പര്യമുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിനകത്ത് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കും. അപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായാലും എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ എങ്ങനെയാണ് വളരുന്നതെന്ന് മനസ്സിലായാലും, അപ്പം നിങ്ങളുടെ ആത്മീയ ജീവിതം കൂടുതൽ കൂടുതൽ വളരുക. മനസ്സ്, ശരീരം, ആത്മാവ്. ഇപ്പം ഞാൻ പഠിപ്പിക്കുന്ന വിഷയങ്ങളെല്ലാം നമ്മുടെ ആ സബ് കോൺഷ്യസ് ആണ് കേട്ടോ. നമ്മുടെ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഈ വാക്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. അടുത്ത വാക്യങ്ങളിൽ പറയുന്നുണ്ട് മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഈ സദൃശവാക്യത്തിൽ പറയുന്നുണ്ട്. ഇത് നിങ്ങൾ വായിക്കുക, എപ്പോഴും വായിച്ചുകൊണ്ടേയിരിക്കുക ഈ ലേഖനങ്ങൾ. ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വകതിരിവും വിവേകവും പരിജ്ഞാനവും എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഇത് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് വലിയ നന്മയായിരിക്കും പ്രിയരെ. അങ്ങനെ ദൈവം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.